പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രിയായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടതിൽ റഷ്യൻ പ്രസിഡന്റ് അഭിനന്ദനം നേർന്നു. ഒപ്പം തന്നെ മോസ്കോയിൽ നടന്ന ഭീകരാക്രമണത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപലപിക്കുകയും ചെയ്തു. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, എന്താണ് ഈ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട നമുക്ക് പറയാനുള്ള വിവരങ്ങൾ? ലക്ഷ്മി, അല്പസമയം മുമ്പ് നടന്നത് നരേന്ദ്രമോദിയും അതുപോലെ തന്നെ വ്ളാഡിമിർ പുടിനുമായി ചേർന്നുള്ള ഉഭയകക്ഷി ചർച്ചകളാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഔപചാരിക ചർച്ചകളാണ് നടന്നത്. ഔപചാരിക ചർച്ചകളിലൂന്നിയത് നേരത്തെ ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ ഈ തീവ്രവാദ വിരുദ്ധ നിലപാടുകൾക്ക് കൂടുതൽ ഊന്നൽ നൽകുന്നതിനുള്ള നീക്കങ്ങളുടെ ഭാഗമായി ഭാരതം മുന്നോട്ട് വയ്ക്കുന്ന വിഷയങ്ങൾ തന്നെയാണ്. തീവ്രവാദം ഒരു ദുഷിപ്പാണ് സമൂഹത്തെ ബാധിച്ചത്, അതുകൊണ്ട് തന്നെ മോസ്കോയിലുണ്ടായ തീവ്രവാദത്തെ അപലപിക്കുന്നു എന്നീ വിവരങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം തീവ്രവാദത്തിനെതിരെ പോരാടേണ്ടതിൻ്റെ ആവശ്യകതയും വളരെ കൃത്യമായി അദ്ദേഹം പറയുകയുണ്ടായി. മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത് യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ടാണ്. യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ പ്രധാനമന്ത്രി കൃത്യമായ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു. അതായത് ഈ യുദ്ധം ഒരു പരിഹാരമല്ല, ഇനിയുള്ള കാലം യുദ്ധത്തിൻ്റെതല്ല, സമാധാനം ചർച്ചകളിലൂടെ സ്ഥാപിക്കേണ്ടതാണ് എന്നൊരു നിലപാട് പ്രധാനമന്ത്രി വളരെ കൃത്യമായി പറയുകയും ചെയ്തു. യുക്രൈൻ യുദ്ധത്തിൽ ഭാരതത്തിൻ്റെ നിലപാട് വളരെ കൃത്യമായി അറിയിക്കുക തന്നെയായിരുന്നു പ്രധാനമന്ത്രി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു പ്രധാന കാര്യം ഉണ്ടായത് പ്രധാനമന്ത്രി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടതിൽ വ്ളാഡിമിർ പുടിൻ അഭിനന്ദനം അറിയിക്കുകയും ചെയ്തു. ലക്ഷ്മി, ശരി, ഐസനാണ് വിവരങ്ങൾ നൽകിയത്.